വില്ല 23 ലിവിൻ ആർക്കിടെക്ട്സിന്റെ റീസെന്റ് ഫിനിഷ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് വില്ല 23. കണ്ണൂർ പാപ്പിനിശ്ശേരിയാണ് ഇതിന്റെ ലൊക്കേഷൻ. ഇതിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് ഇതിന്റെ ആർക്കിടെക്ചറൽ തീമായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത്. എക്സിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ഇന്റീരിയർ ഫേംസുമായിട്ടും ഇതിനു മുന്നേയും ഒക്കെ നമ്മൾ എക്സിക്യൂഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ആ ഒരു ഇടവേളയിലാണ് നമ്മൾ DARK ഇന്റീരിയേഴ്സ് അതിലെ ഷൂദിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പം അതിനുശേഷം ഷൂദുമായിട്ട് നമ്മൾ ഒരുപാട് ഇന്റീരിയർ ടോപ്പിക്സും അതേപോലെ തന്നെ അവർ ചെയ്ത വർക്ക്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ ഒരു പരിചയത്തിന്റെ പുറത്ത് അതിനകത്തെ സംസാരങ്ങളും ആ ഒരു ടോപ്പിക്കിലേക്ക് ഞങ്ങൾ വരികയും സോ എന്തുകൊണ്ട് DARKനെ നമ്മുടെ ഈ ഒരു ഇന്റീരിയറിലേക്ക് പരീക്ഷിച്ചുകൂടാ എന്ന് നമുക്ക് തോന്നുകയും അങ്ങനെ ഷൂദുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുകയാണ് ഇനീഷ്യലി ചെയ്തത്. ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഒരു എക്സിക്യൂഷൻ ടീം മാത്രമല്ല, നമ്മൾ സാധ്യമായ 1, 2, 3 എക്സിക്യൂഷൻ ടീമിന്റെ വർക്ക് കാണും, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ 1, 2, 3 ആൾക്കാരുമായിട്ട് കണ്ടു. പക്ഷെ ഈ ഷുഹൂദ് അതുപോലെ അഫ്സൽ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്സ് അവർ റീഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് അവരുടേതായ ഒരു എക്സിക്യൂഷൻ സെൻസ് മാത്രമല്ല, അവർക്ക് ഒരു ആർക്കിടെക്ചർ സെൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മളൊരു എക്സിക്യൂഷൻ ടീമിൽ കാണുന്ന ഒരു കാര്യം, അവർക്ക് നല്ലൊരു എക്സിക്യൂഷൻ സെൻസ് ഉണ്ടാവും, നമ്മളെക്കാൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. അപ്പോൾ ഷുഹൂദിലും അഫ്സലും ഞാൻ കണ്ടത് അതുണ്ട്. അത് കൂടാതെ അവർക്ക് ഒരു ആർക്കിടെക്റ്റിനോട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ സെൻസ് കൂടി ഉണ്ട്, ഒരു ഡിസൈൻ സെൻസ്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഡ് ഓൺ ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ 1, 2 സ്ഥലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഓൺ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ ചെറിയ റിവിഷൻസ് ഒക്കെ വരുത്തും. അപ്പൊ അങ്ങനെ വരുത്തിയപ്പോൾ പോലും ഷുഹൂദ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഡിസൈൻ സെൻസിലെടുത്ത് നമുക്ക് വേണ്ട ഒരു 100% ഔട്ട്പുട്ട് അദ്ദേഹം തന്നു. ആ നീറ്റായിട്ട് അതുപോലെ ആ ഒരു ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ അത് ഈ പ്രൊജക്റ്റിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് മീറ്റിംഗിൽ ഷുഹൂദിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റീരിയർ ഡിസൈനാണ്, ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല. അത് അദ്ദേഹം 100% മൈൻഡിലേക്ക് എടുത്തു. അത് DARKന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.